പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യാവേളയിൽ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ദൈവവചനത്തിന്റെ മുൻപിൽ ആയിരിക്കാനും തക്കവണ്ണം സർവകൃപാലുവായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ടീമിൻ്റെ ചാനലായ ഇമ്മാനുവൽ മിഷൻ ചാനലിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം താങ്കളും ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കപ്പെട്ടാൽ ഈ ശുശ്രൂഷ താങ്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും അനുഗ്രഹമായി ഭവിപ്പാനിടയായി തീരും. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ വൈകിയവേളയിൽ തൃപാദപീഠത്തിനടികൾക്ക് ചേർന്ന് വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ നൽകി തന്ന വിലയേറിയ സാവകാശത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവ ബഹുലങ്ങളാ ദിനങ്ങൾ ഞങ്ങളെ വിട്ട് കടന്നുപോയി. അനർത്ഥങ്ങളും ആപത്തുകളും അപകടങ്ങളും ഒക്കെ ഞങ്ങൾക്ക് കടന്നു വരാമായിരുന്നെങ്കിലും അവയിൽ നല്ല ഞങ്ങളെ വിടുവിച്ച് ജയത്തോടെ നടത്തിയ അവിടുത്തെ സ്നേഹത്തിനായി, കരുതലിനായി, അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധാനം സമ്പൂർണമായ അടികളെ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. ഈ സന്ധ്യകൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ പാടി സ്തുതിക്കുമ്പോൾ, ഒരുമിച്ച് മഹത്വം അർപ്പിക്കുമ്പോൾ തിരുനാമത്തിൻ്റെ മഹത്വവും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവെ, ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന കൊയറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനം സംസാരിക്കുന്ന അങ്ങയുടെ അഭിഷിക്തനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവനാമ മഹത്വവും അനേകർക്ക് ആശ്വാസവും ദൈവനാമ മഹത്വവുമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. കൃപ കൂടിയിരിക്കണം. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണത്തിലും കർത്താവിൻ്റെ കരം തൊടുമാറണമേ. ക്യാമറയും ലൈറ്റും സൗണ്ടും എല്ലാം നന്നായി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സർവശക്തന്റെ കരതലം ഇന്ന് രാത്രി ഞങ്ങളെല്ലാവരും അനുഭവിക്കട്ടെ. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച അവരുടെ ആത്മാവ് തന്നെ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പരിവർത്തിക്കണമേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ എന്ന് തിരുവചനം ഞങ്ങൾ വായിക്കുന്ന പോലെ ഈ സന്ധ്യയിൽ ദൈവാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളെല്ലാവരും അനുഭവിക്കട്ടെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഞങ്ങൾ ദർശിക്കട്ടെ. അവിടുത്തെ കരുത്താലുള്ള സ്പർശനം ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ നാമത്താൽ വിടുതൽ ഈ രാത്രി ഞങ്ങളുടെ മേൽ പകരണമേ. എല്ലാം മഹത്വത്തിനാക്കി കർത്താവ് തീർക്കണം. ഞങ്ങളുടെ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിവിധ ടൈം സോണുകളിലായിരുന്നു ഈ ശുശ്രൂഷയെ ശ്രവിക്കുന്ന കർത്താവ് എല്ലാവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രശ്നങ്ങളോ അവിടെ വിഷയങ്ങളോ ഭാരമുള്ളതോ വേദനയുള്ളതോ ആകട്ടെ, ഈ സന്ധ്യകൾ അതിന്മേലെല്ലാം പരിഹാരം നൽകുന്ന കർത്താവിന്റെ കരം ഈ രാത്രിയിൽ അവിടെ മേൽ വെളിപ്പെടട്ടെ. അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ കർത്താവ് വിഷയങ്ങളിൽ അവിടുത്തെ കരം വെളിപ്പെടുവാൻ പോകുന്നതിനാല് സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനാല് സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അടികൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. തുടർന്ന് കൊയറ് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ആസ്വാദ്യമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യബോധത്തോടെ നമുക്കായിരിക്കാം. നെടുമ്പാശ്ശേരി മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ സഭാ വിശ്വാസികൾ, അവിടുത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ എൽദോ യാക്കോബ്, അദ്ദേഹവും കുടുംബം, അദ്ദേഹത്തിൻ്റെ സഭയിലെ ദൈവമക്കളാണ് ഈ രാത്രിയിൽ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നത്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് കൊയർ ഗാനങ്ങൾ ആലപിക്കും. പ്രിയ കർത്തൃദാസന്മാരെ അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ദൈവം നടത്തിയത് എത്രയോ അത്ഭുതകരമാണെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ രാത്രികാലം എല്ലാവരും കൂടി ഞങ്ങളെ ശ്രമിക്കുന്നതായ എല്ലാവരും തങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല. ദൈവം നമ്മളോട് ദയ തോന്നിയുകൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആർക്കെല്ലാം അങ്ങനെ പറയുവാനായിട്ട് സാധിക്കും ദൈവം നമ്മെ നടത്തിയത് എത്രയോ അത്ഭുതകരമാണെന്ന്. അങ്ങനെ ആർക്കെങ്കിലും പറയുവാൻ കഴിയാതെ ആയിരിക്കുന്നുവെങ്കിൽ ഈ സമയത്ത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മെ വഴി നടത്തും. സ്വന്തം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കണ്ട ദൈവം, നമ്മെ പേർ ചൊല്ലി വിളിച്ച ദൈവം, നമ്മുടെ ഭാവിയെ മുന്നമേ ദൈവം കണ്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ദൈവത്തെ നമുക്ക് പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമായി നമ്മളോട് കൂടെയുള്ള ആ ദൈവത്തെ നമുക്ക് ഈ രാത്രി കാലം നമുക്ക് പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം.
ജീവൻ തന്ന യേശുവുണ്ട്, നൽകി എന്നിൽ അഭിഷേകം, അതു തന്നെ എന്റെ ബലം. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറെയൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറെയൊന്നുമില്ലേ. ഹല്ലേലൂയ, 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 ആമേൻ. പ്രൈസ് ലോർഡ്. പാട്ടുകാരൻ പറയുന്നത് പോലെ തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ആമേൻ. ഹല്ലേലൂയ. ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലോ ആരെങ്കിലും ആ ദൈവകൃപ പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടത് ഈ ദൈവകൃപ ഒന്ന് മാത്രമാണ്. അതാരെങ്കിലും പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് ഈ ആരാധനയെങ്കിൽ അത് പ്രാപിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും സമർപ്പിക്കാം. ആമേൻ. ഈ ലോകം പിശാചിൻ്റെ അനീതിയിൽ വളരെയധികം വലഞ്ഞു കിടക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ജീവിക്കുവാൻ ദൈവകൃപ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവകൃപ പ്രാപിക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും സമർപ്പിച്ചു കൊടുക്കാം. ആമേൻ. നമുക്കിപ്പോൾ എല്ലാവർക്കും കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിക്കാം. നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ശത്രു തന്നോടെ തീയമ്പുകളെ, ശത്രു തന്നോടെ തീയമ്പുകളെ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ തൊടുത്തിടുന്നു, തകർത്തിടുവാൻ. നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ
നമ്മെ നടത്തുന്ന ഒരു വലിയനായ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ഈ പാട്ടെല്ലാം പാടുന്നത്. ദൈവം എത്ര വിശ്വസ്തനാണ്. നമ്മുടെ കഴിവോ നമ്മുടെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തുകയാണ്. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മുന്നിൽ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മെ കരം പിടിച്ച് വഴി നടത്തുന്ന ഒരു വലിയനായ ദൈവമാണ് നമ്മോടൊപ്പം ഉള്ളത്. ആമേൻ. ലോകത്ത് നമ്മൾ ആരിൽ ആശ്രയിച്ചാലും അവർക്ക് ഒരു പരിധിയുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദൽ ഒരിക്കലും തളർന്നു പോകുകയില്ല. ഇന്ന് ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന്മേൽ ആരും ആശ്രയിക്കാനില്ല, ആരും സഹായിക്കാനില്ല എന്ന് മനമൊരുകി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവം വ്യക്തമായി സംസാരിക്കും. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് താർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം. നമ്മുടെ അടുത്ത് പാടാൻ പോകുന്ന പാട്ട് എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് അനുഭവിച്ചറിയുന്ന ദൈവമക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളിത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുക. ഇതനുഭവിക്കുന്ന ആ സന്തോഷം നിങ്ങളിതിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിക്കും. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളും കുറുകിയിട്ടില്ല. ആമേൻ. സന്തോഷത്തോടെ വലിയനായ ദൈവത്തെ വീണ്ടും പാടി മഹത്വപ്പെടുത്താം. സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഗാന ശുശ്രൂഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. മലങ്കര ക്രിസ്ത്യൻ ചർച്ച് നെടുമ്പാശ്ശേരി സഭയിലെ ബഹുമാന്യനായ പാസ്റ്റർ എൽദോസ് ജേക്കബും ടീമുമാണ് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ ഇന്ന് നമുക്കായി ആലപിച്ചുകൊണ്ടിരുന്നത്. ഗാനങ്ങൾ ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് ടെലിഫോൺ വഴി മൊബൈൽ വഴി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ക്രോഡീകരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ അനേകം പേരുണ്ട്. ജീവിതത്തിൽ ഭാരം അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക ക്ലേശത്തിൽ ഞെരുങ്ങുന്നവർ, ജീവിതത്തിൽ വളരെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന രോഗികളായ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന ഞങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിളിച്ച് അറിയിക്കുവാനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭമായിട്ട് നമ്മുടെ ചില സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ആക്റ്റീവായിട്ട് കൊരട്ടിയിലും നായരങ്ങാടിയിലുമൊക്കെ നടന്ന VBSൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ചില കുഞ്ഞുങ്ങൾ, അവർ ബൈക്ക് ആക്സിഡൻറ്റിൽ വളരെ ഭാരപ്പെടുന്നു. ഒടിവുകളുണ്ട്, ചതവുകളുണ്ട്, പരിക്കുകൾ ധാരാളമുണ്ട്. ചികിത്സയിലാണ്. ഇപ്പോൾ അവർ ഭവനത്തിൽ വിശ്രമിച്ച് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞിൻ്റെ പേര് പ്രണവെന്നാണ്. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ. ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ധാരാളമായിട്ട് ആ കുഞ്ഞിനെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ ബൈക്ക് ആക്സിഡൻറ്റിലും അനേക അപകടങ്ങളിലും ഭവനങ്ങളിൽ ചികിത്സകൾ കഴിഞ്ഞ് ശാരീരിക വൈകല്യങ്ങൾ അനുഭവിച്ച് സാമ്പത്തിക ക്ലേശങ്ങൾ അകപ്പെട്ട് നിൽക്കുന്ന അനേക ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവ് അവർക്ക് സൗഖ്യം വിടലും കൊടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൂടെയുള്ള ബഹുമാന്യനായ പാസ്റ്റർ ഈ വിഷയങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവായി ശുഭച്ച ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങൾ ദൈവത്തിൻ്റെ തിരുപ്പാദപീഠത്തിൽ വയ്ക്കുകയാണ്. കർത്താവേ, സ്തോത്രം. ബൈക്ക് ആക്സിഡൻറ്റിനെ തുടർന്ന് സ്തോത്രം വിശ്രമത്തിലായിരിക്കുന്ന പ്രിയ സഹോദരനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രണവനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പ്രിയ സഹോദരൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. പൂർണ്ണമായ സൗഖ്യം എൻ്റെ കർത്താവിൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇമ്മാനുവേൽ ബ്രദറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം. തൻ്റെ മകന്മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. കർത്താവ് എവിടെയെല്ലാം പ്രയാസങ്ങൾ താൻ അനുഭവിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധമായ കരത്തിൻ്റെ സ്പർശനം താൻ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ അപകടങ്ങൾ അനർത്ഥങ്ങളിലൂടെ കടന്നുപോയി കർത്താവെ, സ്തോത്രം. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്ന, മാനസികമായി തകർന്നിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടല്ലോ. കർത്താവെ, സ്വർഗത്തിലെ ദൈവം അവർക്ക് ആശ്വാസം നൽകണമേ, വിടുതൽ കൊടുക്കണമേ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ വേഗത്തിൽ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യം വീണ്ടെടുത്ത് കർത്തൃനാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് അവരെ അനുഗ്രഹിക്കുന്നു. പിതാവേ, പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയം കേട്ടനായി കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വലിയവൻ. കർത്താവ് സൗഖ്യം കൊടുക്കും. ദൈവം അവരെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ശാരീരികമായിട്ട് ക്ലേശം അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരിൽ ചിലരുടെ പേരുകൾ ഞാൻ ഇവിടെ പറയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. പ്രിയ കർത്താവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചാലക്കുടിയിൽ ഇപ്പോൾ താമസിക്കുന്ന അതിരപ്പള്ളിയിലെ മത്തായി പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഭവനത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ശൈലേഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. കിഡ്നി രോഗത്താൽ ആഴ്ചയിൽ 3 വട്ടം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവദാസന് സമ്പൂർണ്ണമായ സൗഖ്യം ഉടൻ കൊടുക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആ കർത്താവദാസനെ ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇമ്മാനുവേൽ, ആഴകത്തെ ഇമ്മാനുവേൽ ചർച്ചിലെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന
പാസ്റ്റർ മത്തായിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന് ദൈവം സൗഖ്യം കൊടുക്കുവാൻ, പൂർണ്ണമായ വിടുതൽ കൊടുക്കുവാൻ ദൈവകരത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. തിരുവനന്തപുരത്ത് ഒരു കുഞ്ഞുമോൾ സഹോദരി എൻ്റെ സിസ്റ്ററാണ്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു, ഇപ്പോൾ ചികിത്സയിലാണ്. കർത്താവ് സമ്പൂർണ്ണ സൗഖ്യം കൊടുക്കുവാൻ ശക്തനായ ദൈവമാണ്. പരിശുദ്ധ പിതാവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ക്യാൻസർ രോഗത്തിൻ്റെ ഭാരത്താലായിരിക്കുന്ന ഒരു സണ്ണി ചാക്കോയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മാഗി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റനേക പ്രിയപ്പെട്ടവർ ഈ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ. കർത്താവ് അവരെ വിടുവിക്കട്ടെ. കർത്താവിൻ്റെ ബലമുള്ള കരത്താൽ അവരെ താങ്ങി നടത്തുമാറാകട്ടെ. നാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവ് സൗഖ്യമാക്കുവാനും ആശ്വാസം കൊടുക്കുവാനും ശക്തനായ പരിശുദ്ധ പിതാവാണ്. സ്തോത്രം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മറ്റനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഇപ്പോൾ കർത്താവനദാസൻ പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നതായ സഹോദരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിഭീകരമായ വേദനയിലൂടെ, പ്രയാസങ്ങളിലൂടെ കർത്താവെ കടന്നു പോകുന്നതായ പ്രിയ സഹോദരങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആണിപ്പാടേറ്റ കരത്താൽ അവിടുന്ന് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ വേദനയിലൂടെ അവർ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൽ നിരാശകളും വേദനകളും കടന്നു വരുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, പിതാവെ സ്വർഗത്തിലെ ദൈവം ഒരാശ്വാസമായി, തണുപ്പായി കർത്താവ് സ്തോത്രം സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഡയാലിസിൻ്റെ അമ്മയിലൂടെ കടന്നു പോകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കിഡ്നി പേഷ്യൻ്റ് ആയിരിക്കുന്ന സഹോദരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുമാറാകണമേ. തളർന്നു പോകുവാൻ ദൈവം അവരെ അനുവദിക്കരുതേ. അവരുടെ ശരീരത്തിൻ്റെ ബലഹീനതകളെ സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ സുഖപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, 5+ കഴിഞ്ഞിരിക്കുന്ന പ്രിയ സഹോദരനായി സ്തോത്രം. ആ ദേവാസന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരുതൽ അമ്മ കർത്താവിൻ്റെ മേലൊന്ന് ശക്തമായി വെളിപ്പെടണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നല്ലോ നാഥ. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ, അവരുടെ ശരീരത്തിൽ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ആമേ കർത്താവ് കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ശക്തമായി വ്യാപരിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, വേഗത്തിൽ സൗഖ്യമാക്കണമേ. നാഥൻ പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയഘടനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ശാരീരികമായിട്ട് ക്ലേശം അനുഭവിക്കുന്ന, ചില നാളുകളായിട്ട് ക്ലേശം അനുഭവിക്കുന്ന 1-2 കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഫ്രാൻസിസ് ചേട്ടന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസി ചേച്ചി, അവർ ശാരീരികമായ ക്ലേശത്താൽ ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നു. കർത്താവ് അവർക്ക് സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ്റെ ഭാരത്താലായിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ KD ജോയ് കൊരട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ മോളി സാബു കൊരട്ടിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. മറ്റനേക പ്രിയപ്പെട്ടവർ വെരിക്കോസിൻ്റെ ഭാരത്താലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും അപ്രകാരം അതേ രോഗത്താൽ, വെരിക്കോസ് വെയിൻ്റെ ഭാരത്താലോ മറ്റ് ശാരീരിക ക്ലേശത്താലോ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥന സംബന്ധിക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾക്കും കർത്താവ് സൗഖ്യം തരുവാൻ ശക്തിയുള്ള ദൈവമാണ്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സ്തോത്രം, രമണി എന്ന് പറയുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് മോഹൻ, അവർ തിരുവനന്തപുരം അമ്മേ സ്വദേശികളാണ്. ഞങ്ങളുടെ ചാനൽ അവർ കണ്ട് ഞങ്ങളുടെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത പ്രിയപ്പെട്ടവരാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സമ്പൂർണ്ണമായി സൗഖ്യം വിടുതലും കൊടുക്കുവാൻ ദൈവത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് അല്പനിമിഷം കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. നാം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് അവരെ തൊട്ട് സൗഖ്യമാക്കുവാൻ, ദൈവത്തിന് കരം കൂടെ ഇരിക്കുവാൻ ദൈവത്തെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസനെ ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, പ്രിയ ഫ്രാൻസിസ് ചേട്ടനായി സ്തോത്രം. ഭാര്യ റോസ് ചേച്ചിക്കായി സ്തോത്രം. പലവിധമായ ശാരീരികമായ രോഗങ്ങളാൽ അവർ കഷ്ടപ്പെടുകയാണ്. കർത്താവെ, സ്വർഗത്തിലെ ദൈവം അവരെ കരുണയോടെ കരുതി കർത്താവെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവർക്ക് വേഗത്തിൽ സൗഖ്യം കൊടുത്ത് അമ്മേ കർത്താവ് ആരോഗ്യം വീണ്ടെടുപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് എൻ്റെ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വെരിക്കോസിൻ്റെ വേദനയാൽ ഭാരപ്പെട്ട് കർത്താവെ സ്തോത്രം. അമ്മ ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നില്ല. കർത്താവെ, പ്രിയ ജോയ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. മോളിസാബുനായി സ്തോത്രം ചെയ്യുന്നു.
സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം അവരെ സൗഖ്യമാക്കി അവൻ വേഗത്തിൽ അവൻ ബലമേറ്റെടുപ്പാൻ കർത്താവ് സഹായിക്കണമേ. അനുഭവിക്കുന്ന സകല ക്ലേശങ്ങളിൽ നിന്നും ഒരു വലിയ വിടുതലിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. അവരുടെ ശരീരത്തിന് അനുഭവിക്കുന്ന സകല ക്ലേശങ്ങളിൽ നിന്നും കർത്താവ് യഥാർത്ഥമായി സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവ് രമണി സിസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന് ഭർത്താവ് മോഹൻ ചേട്ടനായി സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം നൽകി കൊടുക്കുമാറാകണമേ. ഈ പറയപ്പെട്ടതായ എല്ലാ സഹോദരങ്ങളെയും കർത്താവദാസൻ ജോയ് പാസ്റ്ററെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവേ, വേഗത്തിൽ സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനമയച്ച് സൗഖ്യമാക്കണമേ. അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അപ്പച്ച, അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയടനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു മുളന്തുരുത്തിയിലെ ഒരു സൂസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സർജറി കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു. സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം, മോളി ജോസഫ് ആളൂര് ബ്ലഡിൽ സ്തോത്രം സോഡിയത്തിൻ്റെ കുറവ് ഭാരപ്പെടുന്നു. ആമേൻ. സ്തോത്രം. അതിൻ്റെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. അമ്മ കൂടെ ഫിറ്റ്സ് വന്നിട്ട് വളരെയധികം ഭാരപ്പെടുന്നു. ആ സഹോദരിക്ക് സമ്പൂർണ്ണമായി സൗഖ്യം കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. സ്തോത്രം. ആ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പാസ്റ്റർ ഗബ്രിയേൽ, സ്തോത്രം. അദ്ദേഹം സ്തോത്രം തെലങ്കാന സ്വദേശിയാണ്. സൂര്യാപ്പേട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡയാലിസിസ് ചെയ്യുന്നു. സൗഖ്യം കൊടുക്കുവാൻ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മദ്യപാനത്താൽ ഭാരപ്പെടുന്ന, മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടണം, മദ്യപാനത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്തോത്രം. അവരിൽ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാനിവിടെ പറയുന്ന ഒരു മൂവാറ്റുപുഴയുള്ള ഒരു എൽദോസിന് വേണ്ടി, ഒരു എബിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പേരുകൾ പറയുവാൻ സ്തോത്രം താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പലർക്കും അത് സ്തോത്രം പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മദ്യപാനത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ നാട്ടിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അവരെല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കുവാൻ ശക്തനാണ്. സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഇത് ശ്രദ്ധിക്കുന്നവർ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രൈസ് ലോർഡ്, നിങ്ങളുടെ വലങ്കരം നിങ്ങളുടെ മാറോട് ചേർത്ത് വെച്ച് ആ പൈശാചിക ശക്തി ദൈവം നിങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഇപ്പോൾ കർത്താവദാസനെ ഈ പറയപ്പെട്ട വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പ്രൈസ്. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ, യേശുപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച പ്രിയ ഗബ്രിയേൽ പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവെ, ഡയാലിസിസിലൂടെ കടന്നു പോകുന്നു. കർത്താവിൻ്റെ മകനെ കർത്താവ് സൗഖ്യമാക്കണമേ. ആമേൻ. സ്തോത്രം. ചികിത്സയിലായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ സുഖമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ദൈവമേ, സ്തോത്രം. ഫിക്സ് മൂലം ഭാരപ്പെടുന്ന പ്രിയ ഗ്രേസ്യച്ചിയായി സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ സിസ്റ്റർ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, സ്തോത്രം. അതിൽ നിന്നുള്ള പൂർണ്ണമായ സൗഖ്യം എൻ്റെ കർത്താവ് കൽപ്പിക്കുമാറാകണമേ. അപ്പച്ച അമ്മ സോഡിയം കുറഞ്ഞ ഭാരത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോയിരിക്കുന്ന ആ പ്രിയ സഹോദരിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സോഡിയം കുറഞ്ഞതിൻ്റെ പ്രയാസങ്ങളൊന്നും ശരീരത്തിൽ അനുഭവിക്കാതെ ഒരു വലിയ വിടുതൽ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമേ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. സൂസൻ ചേച്ചിയായി സ്തോത്രം ചെയ്യുന്നു. ആ സിസ്റ്റർ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർജറി കഴിഞ്ഞ് കർത്താവ് ശ്രമിക്കുന്നല്ലോ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമേ. ശരീരത്തിൽ വേഗത്തിൽ സുഖം കർത്താവ് നൽകിക്കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യപാന മുഖാന്തരമായി അവൻ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അനവധി ബാല്യക്കാർ, ചെറുപ്പക്കാർ, ആമേൻ കർത്താവെ, ധാരാളം ആളുകളുണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവമേ, ആമേൻ, അവർക്ക് ആ ദുശീലങ്ങളിൽ നിന്ന്, അതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഒരു വലിയ വിടുതൽ ദൈവം കൽപ്പിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം തൻ്റെ ജീവിതത്തിൽ, തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നപ്പ. ഒത്തിരി കഷ്ടങ്ങളിലൂടെ, വേദനകളിലൂടെ, നിരാശകളിലൂടെ അവൻ കടന്നു പോകുന്നവരുണ്ട്. കർത്താവെ, അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുത്ത് ബലം കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം.
പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി അനുഭവിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ അനുഗ്രഹത്തിനും സാമ്പത്തിക വഴികളെ തുറക്കുന്നതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായം എത്തി നിൽക്കുന്ന സഹോദരി സഹോദരന്മാരുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെടുന്നുണ്ട്. കർത്താവ് അവർക്ക് ഭവനങ്ങളെ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. സ്തോത്രം. അവർക്ക് കർത്താവ് അനുഗ്രഹീതമായ തലമുറകളെ കൊടുക്കുവാൻ പരിശുദ്ധ ദൈവം ശക്തനാണ്. സ്തോത്രം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആമേൻ ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സ്തോത്രം ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരുവാൻ ശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പീഡനങ്ങൾ അനുഭവിക്കുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവർക്ക് സ്തോത്രം വിശേഷ ജ്ഞാനവും വിശേഷ ആമേൻ സ്തോത്രം അറിവും കൊടുത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം ആമേ സ്തോത്രം ജ്ഞാനത്തോടുകൂടി വിവേകത്തോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണക്രമം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെ സഹായിക്കേണ്ടതിന് ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, പരിശുദ്ധനായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുപ്പച്ച ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നതായ ആമേൻ ദമ്പതികൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേഗത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കർത്താവ് ചെയ്യുമാറാകണമേ. കർത്താവ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നല്ല വിദ്യാഭ്യാസം സ്വർഗത്തിലെ ദൈവർക്ക് കൊടുക്കണമേ. അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമേ. കർത്താവേ, പഠിച്ചു മിടുക്കരായി ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ, ഉന്നതമായ സ്ഥാനത്തേക്ക് അവർ ഉയർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നതായ ധാരാളം ആളുകളുണ്ടല്ലോ. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേഗത്തിൽ ഭവനങ്ങളെ നൽകി സഹായിക്കണമെന്ന് യേശുപ്പച്ചനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭരണ നേതൃത്വങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നല്ല നിലയിൽ കർത്താവ് ഭരണം നടത്തുവാൻ, അവൻ രാജ്യത്തിൻ്റെ സുഗമമായ സമാധാനത്തിന് വേണ്ടി അവൻ സ്വർഗത്തിലെ ദൈവങ്ങളുടെ ഹൃദയങ്ങളോട് വ്യക്തമായി ഇടപെടുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവേ, യേശുപ്പച്ച ഭാരത സുവിശേഷീകരണത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവൻ ധാരാളം ആളുകൾ കർത്തൃനാമത്തിൻ്റെ മഹത്വത്തിനായി അവൻ കർത്താവിലേക്ക് ചേർന്ന് വരുവാൻ ഇടയാകണമേ. നാഥാ, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവനായ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ വലിയവനായ ദൈവം ആമേൻ ഈ വിഷയങ്ങൾക്ക് മേലെല്ലാം പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ക്ഷണനായി കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഒരു വിഷയത്തിന് കൂടി വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇമ്മാനുവേൽ അഴകം എന്ന കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സ്തോത്രം ഏകദേശം 2-3 വർഷമായി സ്തോത്രം ആമേ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സുവിശേഷ ടീമാണ് ഇമ്മാനുവേൽ മിഷൻ ടീം. ആ ഇമ്മാനുവേൽ മിഷൻ ടീമിന് വേണ്ടി സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തികച്ചും വിശ്വാസത്താൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ടീമാണ് ഇമ്മാനുവേൽ മിഷൻ ടീം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മിഷൻ ടീമാണ് ഇമ്മാനുവേൽ മിഷൻ ടീം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രൈസ് ദി ലോർഡ് അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് നിങ്ങളെവരെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും സ്തോത്രം പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഞങ്ങൾ ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സ്തോത്ര സുവിശേഷ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഭവന സന്ദർശനം നടത്തുന്നുണ്ട്. ഏകദേശം 10-40 ദേവദാസന്മാരും സഹോദരന്മാരും ഉൾപ്പെട്ട ടീം ഓരോ പഞ്ചായത്തിലെ ഓരോ പ്രദേശങ്ങൾ കടന്നു ചെന്ന് ഭവനങ്ങൾ സന്ദർശിച്ച് ലഹരി കൊടുക്കുകയും പരസ്യങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹമായിട്ട് ആ പ്രവർത്തനം എല്ലാ ആഴ്ചയിലെയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, എല്ലാ വർഷത്തിൻ്റെയും സ്തോത്രം ഒരു മാസം മുഴനീളം ഒരു മാസം തുടർമാനമായി നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ യാത്ര, ഒരു നോർത്ത് ഇന്ത്യൻ സന്ദർശനം, സുവിശേഷ സന്ദർശനം ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്തോത്രം നോർത്ത് ഈസ്റ്റ്, ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ 2024 നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ 2025 ഒരു മാസത്തോളം നീണ്ടുനിന്ന
ഒരു സുവിശേഷ പ്രാർത്ഥനാ യാത്ര നടത്തുവാനായി പരിശുദ്ധ പിതാവ് ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. നമ്മുടെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നു ചെന്ന് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, ജീവിതങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ട്, സമാധാനത്തിന്, സന്തോഷത്തിന് ശക്തി പകരുവാനായിട്ട്, കർത്താവിന് നാം അവിടെ ഉയരുവാനായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അവിടെ സ്തോത്രം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും ആ പ്രദേശങ്ങളിൽ സ്തോത്രം പ്രൈസ് ആ ജനത്തിന് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ സമ്പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അനുഗ്രഹീതമായിരിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആഴകത്ത് ഒരു ഓർഫനേജ് ഉണ്ട്. ഏകദേശം 80 കുട്ടികളോളം അവിടെ താമസിച്ച് പഠിച്ച് കൊണ്ടിരിക്കുന്നു. ഒരു സ്കൂളുണ്ട്. 7ാം സ്റ്റാൻഡേർഡ് വരെ ആ സ്കൂളിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. CBSE സിലബസിൽ വളരെ അനുഗ്രഹമായിട്ട് വർഷങ്ങളായി, ഏകദേശം 25 വർഷത്തോളം ആയി ആ സ്കൂളിൻ്റെയും ഓർഫനേജിൻ്റെയും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രവർത്തനങ്ങൾ തികച്ചും വിശ്വാസത്താലാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ നിർലോഭമായിരിക്കുന്ന പ്രാർത്ഥനയും സഹായ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇപ്പോൾ ഞങ്ങളുടെ ചാനലിൽ കാണിക്കുന്ന സ്തോത്രം ഞങ്ങളുടെ അക്കൗണ്ട്, അതുമാത്രമല്ല ഞങ്ങളുടെ സ്തോത്രം അക്കൗണ്ടിൻ്റെ QR കോഡ് നിങ്ങൾക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ആമേൻ. സഹായങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ പ്രൈസ് നേരിട്ട് നിങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള അവസരമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഈ പ്രവർത്തനങ്ങളെ വഹിച്ച് സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ചാനലിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രൈസ് ലോർഡ് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ദാസൻ ഇപ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവേ, കർത്താവ് യേശുപ്പച്ച ഈ ഇമ്മാനുവൽ മിഷൻ ടീമിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ടീമിനെ സമർപ്പിക്കുന്നു. കർത്താവേ, നാഥാ, ദൈവത്തിൻ്റെ തിരുഹിതത്താൽ ആരംഭിച്ചതായ ഈ ഗോസ്പൽ ടീം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്കായും സ്തോത്രം. എല്ലാ ആഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. എല്ലാ മാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രയർ ടീമിനായി സ്തോത്രം. കർത്താവെ, നമ്മൾ വിവിധ സ്ഥലങ്ങളിലേക്ക്, വിശേഷാൽ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ യാത്രയുടെ ഫലമായി ധാരാളം ആത്മാക്കൾ വിടുവിക്കപ്പെട്ട് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓർഫനേജിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവമേ, അവിടെ പഠിക്കുന്ന സകല കുഞ്ഞുങ്ങളും ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ചെറുതും വലുതുമായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമുണ്ടാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വം അതിൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നാഥൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവ് നിർബാധം ഇത് തുടരുവാൻ കർത്താവ് സഹായിക്കണം. ഈ കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈ മിഷൻ ടിവിയിലൂടെ നടക്കുന്ന ഈ പ്രോഗ്രാമുകളിലൂടെ നടക്കുന്ന ശുശ്രൂഷകളിലൂടെ അനവധി ആളുകൾ വിടുതൽ പ്രാപിപ്പാൻ, അനവധി ആളുകൾ ആശ്വാസം പ്രാപിപ്പാൻ എൻ്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വരുവരെയും തുടരുവാൻ കർത്താവ് സഹായിക്കണമേ. തിരുനാമം മഹത്വപ്പെടണം. പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സ്തോത്രം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. सर्वशक्तिमान मेरा यीशु ही है, मैं उसके हाथ में सुरक्षित हूँ। यीशु काफी मुझे, यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको। यीशु काफी, उसकी इच्छा है काफी, आनंद जीवन काफी है मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझे।
मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। कौवे को भेजकर भोजन देता, जरूरतों को वो पूरी करता, नष्ट को लाभ में बदलता है वो, यीशु काफी मुझे। कौवे को भेजकर भोजन देता, जरूरतें सारी पूरी करता, नष्ट को लाभ में बदलता है वो, यीशु काफी मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। श्राप के दिनों को हटाता है, कर्ज के बोझ को मिटाता है, मान सम्मान दिलाता है वो, यीशु काफी मुझे। श्राप के दिनों को हटाता है, कर्ज के बोझ को मिटाता है, मान सम्मान दिलाता है वो, यीशु काफी मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। यीशु काफी, उसका प्रेम है काफी, उसका क्रूस है काफी मुझको, यीशु काफी, उसकी इच्छा है काफी, अनंत जीवन काफी है मुझे। अनंत जीवन काफी है मुझे, अनंत जीवन काफी है मुझे, अनंत जीवन काफी है मुझे। പ്രൈസ് ദി ലോർഡ്. ഈ പ്രോഗ്രാമിൽ ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച ഞങ്ങളുടെ കൊയറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തുതിമധുരമായ ഗാനങ്ങളിൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് നെടുമ്പാശ്ശേരി കൊയറിന് കർത്താവ് ഇടയാക്കി തീർത്തല്ലോ. തുടർന്ന് അനേക പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്താവ് മറുപടിയും വിടുതലും നൽകി അവരെ ആദരിച്ചിട്ടുണ്ട്, അവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കുവാൻ ശക്തരായി നിന്നും ജീവിക്കുന്ന ദൈവമാണ്. തുടർന്ന് ദൈവവചനം ഇവിടെ ഐശ്വര്യമായി കേൾക്കുവാനുള്ള സമയമാണ്. പുല്ലുണങ്ങുമ്പോൾ പൂ വാടിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിൽക്കുന്നതാണ്. ജീവൻ നൽകുന്ന ചൈതന്യം വരുത്തുന്ന ദൈവവചനത്തിൻ്റെ കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ അനുഗ്രഹമായി ഭവിക്കുവാൻ കർത്താവ് ഇടയാക്കും. രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് മലങ്കര ക്രിസ്ത്യൻ ചർച്ച് നെടുമ്പാശ്ശേരി സഭയുടെ ശുശ്രൂഷകൻ എൽദോ യാക്കോബ് എന്ന പ്രിയ കർത്തദാസനാണ്. പാസ്റ്റർ എൽദോ യാക്കോബിനെ ആദരപൂർവ്വം ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു.
കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുന്ന ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അനുഗ്രഹമാണ്. അതിലുപരി അവന് നിത്യജീവൻ ലഭിക്കാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വഴി നടത്തുന്നത്. ഈ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ജനമാണ് ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഇന്നത്തെ വചനത്തെ ചിന്തയുടെ ആധാരമായി എബ്രായ ലേഖനം 11-ാം അധ്യായം അതിലെ 3-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരെ കുറിച്ച് വളരെ ശക്തമായി പറയുന്നൊരു വചനമാണ്. ഒരു വിശ്വാസ വീരനോട് ചോദിച്ചാൽ എന്താണ് നിൻ്റെ വിശ്വാസം എന്ന് ചോദിച്ചാൽ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. സ്തോത്രം. ഇന്ന് ഈ ഭൂമിയിൽ ദൃശ്യമായി കാണുന്ന സകലതും തനിയെ വന്നതല്ല, അത് ദൈവം സൃഷ്ടിച്ചതാണ്. ഈ കാണുന്ന ഒന്നും ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവമാണ് ഇത് സൃഷ്ടിച്ചത്. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇത് ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ അത് അങ്ങ് ഏറ്റെടുക്കുക. ഒരു വിശ്വാസ ആണെങ്കിൽ മാത്രമേ ഇതെല്ലാം അപ്രകാരം ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ പോകുന്നൊരു വ്യക്തിക്ക് അവർ ജനിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ ആവശ്യമായ കാര്യങ്ങളൊക്കെ എല്ലാം തനിയെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് ഇത് സൃഷ്ടിച്ചത്. സ്തോത്രം. വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളിൽ കടന്നു വരുമ്പോഴാണ് ഇത് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഇരുട്ടിൽ പ്രകാശിക്കുന്ന ഒരു കണ്ണ് പോലെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസമില്ലാത്ത ഏതൊരു വ്യക്തിയും അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ്. സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാതെ ഇതൊക്കെയോ എങ്ങനെയോ ഉണ്ടായി എന്നുള്ളൊരു അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം. എന്നാൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയും, പ്രപഞ്ചത്തിന് ഒരു ഉൽപ്പത്തിയുണ്ട്, ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം ആദിയിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവമാണ് ഇതിനെല്ലാത്തിനും ആധാരം. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. ഉൽപ്പത്തി വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അതിൻ്റെ 2-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ ഉൽപ്പത്തി യഹോവയായ ദൈവമാണ് സൃഷ്ടിച്ചത്. യഹോവയായ ദൈവമാണ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത്. വചനത്തിൽ ഇപ്രകാരം പറയുന്നത്, സങ്കീർത്തനം 104:30, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നോക്കണേ, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. സ്തോത്രം. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു.
ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം ജീവിക്കാൻ കഴിയാതെ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് നിത്യമായ അന്ധകാരത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നശിപ്പിച്ച് കളയുവാൻ ദൈവത്തിന് ആഗ്രഹമില്ലായിരുന്നു. അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ ഓമന പുത്രനെ ഈ താണ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവജന് മാത്രമേ ഇത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. ഈ കാണുന്ന ഈ ലോകത്ത് കാണുന്നതെല്ലാം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എന്നതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും ഒരു സൃഷ്ടിച്ച ഒരു ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ആമേൻ. സങ്കീർത്തനം 104:30 വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ശ്വാസം ഭൂമിയിലേക്ക് വരാതെ ഒരു ജീവൻ ഉണ്ടാകുന്നില്ല. വിവാഹം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നാലേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ ആ കുഞ്ഞ് ജീവനുള്ള കുഞ്ഞ്, അല്ലേ? അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാംസപിണ്ഡം ചുമ്മാ വളർന്നു വരികയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ആ മാംസപിണ്ഡത്തിനോട് യാതൊരു ഗുണമില്ലാത്തത് കൊണ്ട് അതിനെ അബോർഷൻ ചെയ്ത് അതിനെ ഒഴിവാക്കി കളയും. എന്നാൽ ദൈവത്തിൻ്റെ ശ്വാസം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവ പുതുക്കുകയാണ്. നിന്റെ ശ്വാസം ഭൂമിയിലേക്ക് വരുമ്പോൾ അവ പുതുക്കുന്നു, ഒരു സൃഷ്ടി ഉണ്ടാകുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകില്ലേ? എത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും ഒരു കുഞ്ഞ് കടന്നു വരുമ്പോൾ. അവൻ വളർന്ന് വലുതായി ദൈവത്തിന് ഹിതമാമണ്ണം ജീവിക്കുമ്പോൾ അതിലേറെ സന്തോഷം. നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആമേൻ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും വന്ന് സന്തോഷിക്കുന്നു. ആ കുഞ്ഞിന് നല്ലൊരു പേര് തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ദൈവസഭയിൽ കടന്നു വന്ന ദേവദാസന്മാരെല്ലാം കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ തരും. പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്, കർത്താവേ, ഇങ്ങനെ ഒരു കുഞ്ഞിനെ നീ ദാനമായി തന്നതോർത്ത് സ്തോത്രം. ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി തിരികെ നിത്യദേവരെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ഈ മാതാപിതാക്കൾ കരങ്ങളിൽ ഈ കുഞ്ഞിനെ തിരികെ തരുന്നു. ആമേൻ. അതുപോലെ കുടുംബത്തിലേക്ക് ഒരു സൃഷ്ടി കടന്നു വരുമ്പോൾ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ദൈവത്തിൻ്റെ ശ്വാസം കടന്നു വരുന്നില്ല എങ്കിൽ അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ കഴിയുകയില്ല. ഇനി കേൾക്കുന്ന പ്രിയമുള്ളവരെ, സങ്കീർത്തനം 33:6 ഒന്ന് വായിക്കാം. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. നോക്കണേ, യഹോവയുടെ വചനത്താൽ അതിലെ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. നോക്കണേ, അവന്റെ വായിലെ ശ്വാസത്താൽ സൈന്യം ഉളവാകുകയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ തിരിച്ചറിയണം, നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഉൽപ്പത്തിയിൽ കാണാൻ സാധിക്കും, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും തിരിച്ചറിയണം, ദൈവത്തിൻ്റെ ശ്വാസമാണ് നാം ദിനം പ്രതി ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. പിശാചിനെ കെണിയിൽപ്പെട്ട് ആദിമ മനുഷ്യനായ ആദം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എന്നാൽ ആ പാപം ചെയ്ത മനുഷ്യനെ തിരികെ പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമന പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഇനി തിരിച്ചറിയണം, ആദാം നഷ്ടപ്പെടുത്തിയ ദിവ്യ തേജസ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ ലഭിക്കുകയാണ്. ഏകന്റെ ലംഘനത്താൽ മരണമെങ്കിൽ, ആ ഏക നിമിത്തം അത് വാണുവെങ്കിൽ, കൃപയുടെ നിദാനത്തിന് സമൃദ്ധി കർത്താവായ യേശു ക്രിസ്തു മാത്രം ഏറ്റവും അധികമായി ജീവനിൽ വാഴുന്ന ഒരു അനുഭവത്തിലേക്ക് ഇന്ന് ഈ ശ്വാസം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ്. നാം ഇനി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമുണ്ട്.
അത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മാത്രമേ ലഭിക്കുകയുള്ളൂ. സ്തോത്രം. പാപത്തിന്റെ കെണിയിൽപ്പെട്ടു പോയ സകല മനുഷ്യർക്കും രക്ഷപ്പെടുവാൻ ഏകമാർഗം കർത്താവായ യേശുക്രിസ്തുവാ. അതിലേക്ക് കടന്നു പോകാതെ ഈ ലോകത്ത് ജനിച്ചു, ലോകത്തിൻ്റെതായ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോളണം. ഗലാത്യലേഖനം അതിൻ്റെ 5:19 വാക്യം. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. നോക്കണേ, ഈ ലോകത്തിന്റെ സ്വഭാവമാണിത്. അസൂയ കടന്നു വരും, പക കടന്നു വരും, പിണക്കം കടന്നു വരും, ജാരശങ്ക. ഇതിനൊക്കെ മോചനം വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഇന്ന് ഭൂമിയിൽ ഉണ്ടാകില്ല. പക്ഷേ ഒരു മനുഷ്യന് സ്വയം ചിന്തിച്ചാൽ അത് സാധിക്കില്ല. അതിന് രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതിനുവേണ്ടി സ്വർഗം കണ്ടുപിടിച്ച ഏക പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവാ. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ സാധിക്കും. ഈ ഭൂമിയിൽ പാപത്തിന് അടിമപ്പെട്ട് ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിൻ്റെ വായിലെ ശ്വാസമാണ് ശ്വസിക്കുന്നത്. അത് ശ്വസിക്കുകയും ഈ ഭൂമിയിൽ ഒരു നിശ്ചിത പരിധിവരെ ജീവിക്കുകയും ചെയ്യുന്ന സകല മനുഷ്യരും തിരിച്ചറിയണം, തിരികെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നാം കുറ്റക്കാരായി തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ കുടുംബം രക്ഷപ്പെടും, സന്തോഷം അനുഭവിക്കാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇതെല്ലാം ദൈവത്തിൽ നിന്ന് എല്ലാം അനുഭവിച്ചിട്ട് ദൈവത്തോടൊരു നന്ദിയില്ലാതെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിലോ, ഇതെല്ലാം അനുഭവിച്ചിട്ട് അത് എത്ര വേദനകേറിയ സംഭവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ ജീവിതം കൊണ്ട് നമുക്ക് എന്ത് അർത്ഥമാണുള്ളത്? ആമീൻ. വേദനയും സങ്കടവും ബുദ്ധിമുട്ടും നിരാശയും ഒരു തരത്തിലും സമാധാനമില്ലാതെ പോകുന്ന ഒരു അനുഭവം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. അത് ലോകം തരുന്ന പോലെയല്ല. ലോകം എന്ത് സമാധാനം തരുന്നേ? മദ്യപാനം സമാധാനം തരുന്നുണ്ടോ? അല്പനേരത്തേക്ക് ഇതെല്ലാം മറന്നു പോകും. അത് കഴിയുമ്പോൾ ഇരട്ടി അസമാധാനത്തിലേക്ക് പോവുക, വേദനയിലേക്ക് കടന്നു പോകുക, നിരാശയിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആർക്കും തരാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ സമാധാനം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങളുടെ കുടുംബം എത്ര മനോഹരമായിരിക്കും അല്ലേ? എത്ര മനോഹരമായിരിക്കും നിങ്ങളുടെ കുടുംബ കുഞ്ഞുങ്ങൾ, എത്ര ഹാപ്പി ആയിരിക്കും. ആമേൻ. അതിനെല്ലാത്തിനും ഒരു കാരണം കർത്താവായ യേശു ക്രിസ്തു കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ടല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ദൈവം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവമക്കളായി തിരികുക. ദൈവത്തിൽ നിന്ന് ഈ ശ്വാസമെല്ലാം ശ്വസിച്ചിട്ട് നാം ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം കൂടെ നമുക്ക് ലഭിക്കും. ഇന്ന് ആരെങ്കിലും എനിക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈ അസൂയ പക ഇതെൻ്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, ഇതിൽ നിന്നൊരു രക്ഷ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വചനം പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സകല ദുഷ്പ്രവൃത്തിയും, അസൂയയാകട്ടെ, പകയാകട്ടെ, പിണക്കമാകട്ടെ, ജാരശങ്ക, വെറിക്കൂത്ത്, അങ്ങനെ ഈ ലോകത്തിൻ്റെതായ ഏത് ദോഷപ്രവൃത്തികളാണോ ഉണ്ടായിക്കോട്ടെ അതിനെല്ലാം ശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എഫേസ്യർലെ 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അങ്ങനെ സമീപസ്ഥരായി തീർന്നിട്ടുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം, നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ആമേൻ. അപ്പോൾ ഇവിടം വിട്ടാലും നമുക്കൊരു ഭവനമുണ്ട്. ആമേൻ. നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ഇനി നാം അന്യരല്ല, പരദേശിയല്ല. ഇത് എത്ര മനോഹരമാണ്, എത്ര ശ്രേഷ്ഠമാണ്.
ഇതിനേക കാരണം കർത്താവായ യേശു ക്രിസ്തു മാത്രമല്ലേ ഈ ഒരു പദവി എനിക്ക് ലഭിച്ചത്. ഒരു മനുഷ്യനെ നോക്കിയാൽ എന്ത് ശ്രേഷ്ഠതയാണ് പറയാനുള്ളത്, നമ്മുടെ എന്ത് കഴിവാണ് പറയാനുള്ളത്. ദൈവം നമ്മുടെ ആ കരത്തേൽ പിടിച്ചത് കൊണ്ടല്ലേ ഈ അത്ഭുതകരമായ സമാധാനവും സന്തോഷവും നിത്യജീവനും വരെ നമുക്ക് ലഭിച്ചത്. ഇന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നാളെ എന്നുള്ളത്, നാളെ നന്നാകാം, നാളെ മുതൽ ഞാൻ വചനം വായിച്ച് തുടങ്ങാം, നാളെ മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന ചിന്തയാണ്. എന്നാൽ കേൾക്കുന്ന സ്പോട്ടിൽ, കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഞാനിത് വിശ്വസിക്കുന്നു, ഈ ദൈവവചനത്തിൽ ഞാനിത് വിശ്വസിക്കുന്നു എന്ന് ഏതൊരു വ്യക്തി ഏറ്റുപറയുന്നോ അവൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വരും. അവൻ്റെ കുടുംബം രക്ഷപ്പെടും, അവൻ്റെ കുഞ്ഞുങ്ങൾ തലമുറ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. റോമലേഖനം ഒരു വാക്യം വായിക്കാം. റോമലേഖനം 8:2 വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നോക്കണേ, ഒരു കാലത്ത് പാപത്തിന് അടിമപ്പെട്ട് പിശാചിന്റെ ചിന്തകൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച സകല വ്യക്തികൾക്കും കർത്താവായ യേശു ക്രിസ്തു രക്ഷ ഒരുക്കുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഈ പ്രമാണത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വാസ വീരന്മാർക്കേ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ കണ്ണുകൾ തുറക്കും, അവന് അറിവ് ലഭിക്കും. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവായി തീരും. മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ നല്ലൊരു ഗ്രാഹ്യമുള്ള ആളായി തീരും. ഇരുട്ടിൻ്റെ അവസ്ഥയെ കാണുമ്പോൾ വചനം സംസാരിക്കും, വെളിച്ചമായി സംസാരിക്കും. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ ഈ കാണുന്ന ഈ ദുഷിച്ച പ്രവൃത്തികളിൽ നിന്ന് രക്ഷ നേടും, അതോടൊപ്പം നിത്യജീവന് ലഭിക്കും യേശു ക്രിസ്തു മുഖാന്തരം. ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ വിശ്വസിക്കാതെ ലോകത്തിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മരണം മുഖാന്തരം അപ്രത്യക്ഷപ്പെടും. പോകുന്നിടം പോകുന്നതിന് മുമ്പേ തിരിച്ചറിയണം. ഒരു ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് പീരീഡാണ്. ഇവിടെ ജീവിക്കുന്ന അതിനൊത്തവണ്ണം മാത്രമേ നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണത്തിനൊത്തവണ്ണം ജീവിക്കാതെ തൻ്റെതായ ഇഷ്ടത്തിന് ജീവിച്ച് നാശത്തിലേക്ക് പോകുവാനല്ല ദൈവം തൻ്റെ ഓമനപുത്രനെ താണഭൂമിയിലേക്ക് അയച്ചത്. എത്ര മഹത്തരമേറിയ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് ഒരുക്കിയത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മക്കളെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മെ എത്ര അഭിമാനമുള്ളവരാണ്. ഇവിടം വിട്ടാലും നിത്യതയിൽ കർത്താവിനോടുകൂടെ, ഇവിടെ ആയിരിക്കുമ്പോഴും കർത്താവിനോടുകൂടെ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചത് ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണമല്ലേ? ഈ ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം നാം തിരിച്ചറിയുമ്പോൾ ആമേൻ, നമ്മുടെ ഉള്ളം ആനന്ദം കൊണ്ട് തുടിക്കും. ആമേൻ. കർത്താവിനെ പാട്ടുകളെ പാടി മാറ്റപ്പെടുത്തും. എത്ര സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾക്ക് സന്തോഷം വേണമെന്നും ഒരു സമാധാനം വേണമെന്നും രക്ഷ വേണമെന്നും അതിലുപരി ഇവിടം വിട്ടാൽ ഒരു നിത്യജീവൻ അതിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് അടയ്ക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാനൊരു പാപിയാണ്, കർത്താവേ നീ എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് തെറ്റുകൾ പറ്റിപ്പോകുന്നു. ആമേൻ. ഞാൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് കടന്നു പോകുന്നു. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒന്ന് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പൊന്നുനാമത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം കേട്ട സകല വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണേ. പാപത്തോട് പോരാടുന്ന ബുദ്ധിയുടെ പ്രമാണത്തെ അവസാനിപ്പിച്ച് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ നൽകണമേ.
അത് അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി തീരണമേ. തലമുറയോളം കർത്താവെ, നിത്യതയോളം തൻ്റെ മക്കളെ ഈ വചനം വഴി നിർത്തുമാറാകണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന യാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ കാലുകളെ പാറമെടുത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാറമെടുത്തി എങ്കമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടിനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടിനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. 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 ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. നമുക്ക് ഇന്ന് ദിവസം ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കാൻ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ തിരുവചനം അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ മൊഴികൾ കേൾപ്പാൻ ദൈവം നമുക്കിടയാക്കിയല്ലോ. നമുക്ക് എല്ലാറ്റിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദിവസം കർത്താവെ, ഞങ്ങളെ അവിടുന്ന്
ആമേൻ നടത്തുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ആമേൻ അവിടുത്തെ തങ്കച്ചിറയൻ കീഴിൽ ആമേൻ കർത്താവേ അവിടുത്തെ സംരക്ഷണത്തിൻ്റെ കീഴിൽ നടത്തുകയും ചെയ്ത് എല്ലാ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവേ ദൈവികാരാധനകളെ കേൾപ്പാൻ ആമേൻ പാടി അങ്ങേ സ്തുതിപ്പാനൊക്കെ അവിടുന്ന് ഇടയാക്കിയല്ലോ. ഇത് കടന്നു വന്ന് കർത്താവേ സ്റ്റുഡിയോയിൽ കടന്നു വന്ന് ആമേൻ സ്തോത്രം അങ്ങയുടെ വചനം അറിയിച്ച ആമേൻ ഗാനങ്ങൾ ആലപിച്ച പ്രിയമുള്ളവരെ ആമേൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാഭിഷേകം ആവശ്യപ്പെട്ടുകൊണ്ട് ആമേൻ മെസ്സേജിലൂടെയും ഫോണിലൂടെയും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ആമേൻ ചില വിടുതലുകൾ, സൗഖ്യങ്ങൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് ആമേൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവേ അവിടുന്ന് വിടുവിക്കുന്ന കരം നീട്ടണമേ, സൗഖ്യമാക്കുന്ന കരം അവിടുന്ന് നീട്ടണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേൻ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ആമേൻ അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും അവരെ വിഷയങ്ങളോടുകൂടി ഇരിക്കുകയും ചെയ്യണം. ഞങ്ങളെ ഒന്നിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ പ്രത്യേകാൽ അവിടുത്തെ വചനം അറിയിച്ച പ്രിയ ദേവദാസനോടും ടീമിനോടും കൂടെ എന്നുമെന്നേക്കും ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വരണം.